ഇന്ന് ചേർന്ന 11ാമത് അന്തർ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ആധാർ കാർഡ്, ആഭ്യന്തര സുരക്ഷ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് യോഗത്തിന്റെ അജണ്ടയിലുള്ളത്. അതിനിടെ മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെയും കണ്ടേക്കും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അന്തർ സംസ്ഥാന കൌൺസിൽ യോഗം ചേരുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തുകയും തർക്ക വിഷയങ്ങളിൽ സമവായം ഉണ്ടാക്കുകയുമാണ് അന്തർ സംസ്ഥാന കൌൺസിലിന്റെ ലക്ഷ്യം. 11ാമത് കൌൺസിൽ യോഗത്തിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രധാനം. സബ്സിഡികൾക്ക് ആധാർ കാർഡ് നിർബന്ധിത തിരിച്ചറിയൽ രേഖയാക്കി മാറ്റുന്ന കാര്യമാണ് യോഗം പരിശോധിക്കുന്നത്. IS സ്വാധീനം, കാശ്മീർ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താനുള്ള ചർച്ചകളാണ് മറ്റൊരു അജണ്ട. കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താനുള്ള പൂഞ്ചി കമ്മീഷൻ ശുപാർശകളും യോഗം പരിശോധിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു എന്നിവരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയതിൽ കേരളത്തിനുള്ള ആശങ്ക അറിയിക്കും. കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. JDU സംസ്ഥാന സമിതി യോഗം അല്പസമയത്തിനകം കോട്ടയത്ത് ചേരും. തെരഞ്ഞെടുപ്പിലേറ്റ സമ്പൂർണ്ണ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. UDF-ൽ തുടരുമ്പോഴും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് എക്കാലവും കോൺഗ്രസ് തുടർന്നതെന്നും ഇതിന്റെ തുടർച്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ സമ്പൂർണ്ണ പരാജയമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ UDF-ൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും സംസ്ഥാന സമിതിയിൽ ചർച്ചയുണ്ടായേക്കും. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ MP വീരേന്ദ്രകുമാർ, KP മോഹനൻ, ശ്രേയാംസ് കുമാർ, വർഗീസ് ജോർജ് തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലെ അനധികൃത നിയമനങ്ങളിൽ വിജിലൻസ് കേസെടുത്തു. വിജിലൻസ് കോടതി ഉത്തരവിനെ തുടർന്നാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK പൊറിഞ്ചു ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തത്. ശരാശരി 80 പേർ മാത്രം കിടപ്പുരോഗികളായുള്ള ആശുപത്രിയിലേക്ക് 200 പേരെയാണ് ജീവനക്കാരായി നിയമിച്ചത്. ആശുപത്രിയിൽ അനുവദിക്കപ്പെട്ടിരുന്ന 66 തസ്തികൾക്ക് പുറമെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി 200-ലധികം ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചു എന്ന പരാതിയിലാണ് വിജിലൻസ് കേസെടുത്തത്. പ്രസിഡന്റ് TK പൊറിഞ്ചു നടത്തിയ നിയമനങ്ങൾ വഴി ആശുപത്രിക്ക് 3 കോടി രൂപ നഷ്ടം സംഭവിച്ചു. ശരാശരി 80 പേർ മാത്രം കിടപ്പുരോഗികളായുള്ള ആശുപത്രിയിലേക്കാണ് 200 പേരെ ജീവനക്കാരായി നിയമിച്ചത്. ഇവരിൽ ചിലർക്ക് സ്ഥിര നിയമനവും വാഗ്ദാനം നൽകി. സംഭവത്തിൽ പ്രസിഡന്റ് TK പൊറിഞ്ചുവിനെ 1-ാം പ്രതിയാക്കിയാണ് വിജിലൻസ് കേസെടുത്തത്. വൈസ് പ്രസിഡന്റ് PB മൊയ്തു, ഡയറക്ടർമാരായ AP ജോസ്, സുരേഷ് കാക്കനാടൻ, KS ജോൺസൺ തുടങ്ങി 11 ഭരണസമിതി അംഗങ്ങൾ പ്രതികളാണ്. സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ K ഷീജ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KM സുകുമാരൻ, ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ എന്നീ ഉദ്യോഗസ്ഥരും പ്രതികളാണ്. അനധികൃത നിയമനങ്ങളും പ്രതികളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യവും അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ന് കർക്കിടകം 1. രാമായണ ശീലുകളിൽ വീടുകളും ക്ഷേത്രങ്ങളും മുഖരിതമാകും. വിശ്വാസത്തിന്റെയും ചികിത്സയുടെയും നിറഞ്ഞാടുന്ന ജൈവ വാർഷിക പുനഃസ്ഥാപനം കൂടിയാണ് മലയാളിക്ക് കർക്കിടകം. തിരിമുറിയാതെ പെയ്യുന്ന മഴ. സന്ധ്യ നിഴൽ വിരിച്ച കോലായുടെ ഇടനാഴിയിൽ കത്തിച്ച വിളക്കിന് മുന്നിൽ നിന്ന് മുത്തശ്ശി രാമായണം വായിക്കുകയാണ്. ആർത്തരച്ചു പെയ്യുന്ന മഴ അപ്പോൾ ശബ്ദമൊന്ന് താഴ്ത്തി ആരണ്യകാണ്ഡത്തിലെ ശ്ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് സ്വരം ചിട്ടപ്പെടുത്തുന്ന പോലെ തോന്നും. പിന്നെ മുത്തശ്ശിയുടെ വായനയ്ക്കും മഴയ്ക്കും ഒരേ ഈണമായിരിക്കും, ഒരേ താളവും. കർക്കിടകം ഓർമ്മയുടെ താളുകളിൽ ബാക്കി വയ്ക്കുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ്. വറുതിയുടെ കാലമെന്ന ദുഷ്പേര് പണ്ടെങ്ങോ ചാർത്തപ്പെട്ടു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ശേഷം വരുന്ന കർക്കിടകം നമ്മുടെ പരമ്പരാഗത കാർഷിക ജീവിതത്തെ ഗണ്യമായി സ്വാധീനിച്ചിരുന്നു. പാടവും പറമ്പുമെല്ലാം വെള്ളം കോരി നിറച്ച് ചെമ്മൺപാതകളെ കുത്തിയൊലിപ്പിച്ച് വാഴയില കുടയാക്കി ഓടിവരുന്ന കിടാങ്ങളെ ഒരു വാശിയോടെ നനയിച്ച് കർക്കിടക സുന്ദരി അങ്ങനെ കളിച്ചു രസിക്കും. മനസ്സും ശരീരവും ശുദ്ധി വരുത്തേണ്ട കാലം കൂടിയാണ് കർക്കിടകം. രാമായണ പാരായണം ആന്തരികമായ മനഃശുദ്ധി വരുത്തുമ്പോൾ കർക്കിടക ചികിത്സ ശരീരത്തിന് ബാഹ്യശുദ്ധി പ്രദാനം ചെയ്യുന്നു. പ്രത്യേക ഔഷധക്കൂട്ടുകൾ ചേർത്ത കർക്കിടക കഞ്ഞി ഇന്നും ഒരു സംസ്കൃതി അവലംബിച്ചിരുന്ന ജീവിതശൈലിയുടെ ശേഷിപ്പായി നിൽക്കുന്നു. ചുക്കും ഏലക്കയും ഉലുവയും എള്ളും കുറുന്തോട്ടിയും ജീരകവും എല്ലാം ചേർന്ന ഈ ഔഷധക്കൂട്ട് പ്രകൃതി നൽകുന്ന ഒരു അമൃത് തന്നെയാണ്. കാലത്തിനനുസരിച്ച് കോലം മാറേണ്ടി വന്ന ആധുനിക മനുഷ്യന് എന്ത് കർക്കിടകം. പഴയ കോലായുടെ മൂലയിൽ ആരും വായിക്കാനില്ലാതെ പൊടിപിടിച്ചിരിക്കുന്ന രാമായണ പുസ്തകം 2 കുഞ്ഞിക്കൈകൾ എടുത്ത് കത്തിച്ച നിലവിളക്കിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആരണ്യകാണ്ഡത്തിന്റെ താളുകൾ ഓരോന്നായി മറിക്കുമ്പോൾ പുറത്ത് മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു. പെയ്തു നിറയ്ക്കാൻ പാടങ്ങളില്ലാതെ, ഇടവഴികളില്ലാതെ കർക്കിടകം തേങ്ങി. വറുതി ഇപ്പോൾ കർക്കിടകത്തിന് തന്നെയാണ്. കൾച്ചറൽ ഡെസ്ക്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അബ്ദുറഹ്മാൻ, റഷീദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇവർ ഒളിവിലാണ്.
വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, വിശദാംശങ്ങൾ. സൗമ്യ, കഴിഞ്ഞ ദിവസം കുറ്റ്യാടി വേളത്തുണ്ടായ സംഘർഷത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മരിച്ച സംഭവത്തിലാണ് 2 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അബ്ദുറഹ്മാൻ, ബഷീർ എന്നിവർക്കെതിരെയാണ് നിലവിൽ കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവർ രണ്ടുപേരും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7:30 വേളത്തായിരുന്നു സംഭവം നടന്നത്. വേളം പുത്തലത്തെ നസറുദ്ദീനാണ് ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ പ്രദേശത്ത് ദിവസങ്ങളായി SDPI ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നസീറുദ്ദീനെ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. നസീറുദ്ദീനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും വഴിമധ്യേ തന്നെ മരണം സംഭവിച്ചു. നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് നസീറുദ്ദീന്റെ മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി അല്പസമയങ്ങൾക്കകം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. സൗമ്യ. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ വേളയിൽ കോവൂർ കുഞ്ഞുമോന്റെ വിവാഹ ആവശ്യവുമായി ഭരണപക്ഷം. ശാസ്താംകോട്ട തടാകത്തെ സംരക്ഷിക്കാതെ വിവാഹം കഴിക്കില്ലെന്ന കോവൂരിന്റെ നിലപാടാണ് മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയത്. നിയമസഭയിൽ നർമ്മമുഹൂർത്തങ്ങളാണ് കോവൂരിന്റെ വിവാഹ തീരുമാനം സൃഷ്ടിച്ചത്. ശാസ്താംകോട്ട തടാകത്തിന്റെ സംരക്ഷണത്തിനായി സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി രൂപീകരിക്കണമെന്ന ശ്രദ്ധ ക്ഷണിക്കൽ സഭയിൽ പഴയ നിലപാട് കോവൂർ കുഞ്ഞുമോൻ ആവർത്തിച്ചതാണ് നർമ്മ മുഹൂർത്തങ്ങൾക്ക് സഭയിൽ തുടക്കം കുറിച്ചത്. സാറേ, ഞാനിവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ തടാകത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. തടാകം എന്റെ കാമുകയാ സാർ. ഈ തടാകത്തെ സംരക്ഷിക്കണം സാർ. ആ കാമുകയെ ഞാൻ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സുന്ദരി മഹനീയമായിരിക്കണം. നല്ല സുന്ദരമായ നിലയിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കണം. ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാകട്ടെ ഇങ്ങനെയായിരുന്നു. സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം കല്യാണം കഴിക്കട്ടെ. അതിനുവേണ്ടി എനിക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അതായിരിക്കും നമുക്കെല്ലാവർക്കും ഇടയിൽ സ്പീക്കറുടെ ഇടപെടലും സഭാ ശൈലിയിൽ തന്നെയായിരുന്നു. അനൗദ്യോഗിക പ്രമേയം വന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും കോവൂരിന്റെ കല്യാണം ഏറ്റതാണെന്ന് പ്രതിപക്ഷവും. അതുകൊണ്ട് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇത് നടത്തിക്കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. ഏതായാലും ഏറെ സമ്മർദ്ദത്തെ തുടർന്ന് പഴയ നിലപാട് മാറ്റാൻ കോവൂർ കുഞ്ഞുമോൻ നിർബന്ധിതനായി. കുഞ്ഞുമോൻ ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ഉറപ്പുകൊടുത്തിരിക്കുന്നു. കോവൂർ വിവാഹം കഴിക്കാമെന്ന് നൽകിയ ഉറപ്പിലുള്ള സന്തോഷം മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ചു. എസ് ഷീജ, തിരുവനന്തപുരം. 11ാമത് അന്തർ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, നിരവധി വിഷയങ്ങൾ, പ്രത്യേക ആധാർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടും. എന്തൊക്കെ കാര്യങ്ങളായും പ്രധാനമായും ചർച്ചയിൽ വരിക? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സുപ്രധാനമായിരിക്കും? സൗമ്യ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും തർക്ക വിഷയങ്ങളിൽ സമവായമുണ്ടാക്കുന്നതിനുമാണ് ഇന്റർ കൗൺസിൽ യോഗം ചേരുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ യോഗം ചേരുന്നത്. പ്രധാനമായും ഈ യോഗത്തിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ആഭ്യന്തര സുരക്ഷ ാണ്. പ്രത്യേകിച്ചും വിവിധ സംസ്ഥാനങ്ങളിൽ IS-ന്റെ സ്വാധീനം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യം, അതോടൊപ്പം തന്നെ കാശ്മീരിൽ സംഘർഷം തുടരുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചർച്ചകൾ തന്നെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിലുണ്ടാകും. ഇതുകൂടാതെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണുള്ളത്. ഒന്ന്, ഗവൺമെൻറ് സബ്സിഡികൾക്ക് ആധാർ കാർഡ് നിർബന്ധിത തിരിച്ചറിയൽ രേഖയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പല സംസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം കൂടി ചർച്ചയ്ക്ക് വരുന്നത്. ഇത് കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകളായിരിക്കും പ്രധാനമായും ഉണ്ടാകുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റ് സുപ്രധാന വിഷയങ്ങൾ, സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടും, ഈ ചർച്ചയ്ക്ക് വരും. പ്രധാനമായും കേരളത്തിന് മുന്നിലുള്ള ചില വിഷയങ്ങൾ, ഒന്ന്, കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലുള്ള ആശങ്ക കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രിയെ അറിയിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പിണറായി വിജയൻ പ്രത്യേക കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ വെച്ച് കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ആശങ്ക അറിയിക്കും. അതോടൊപ്പം തന്നെ തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ദില്ലിയിലെത്തിയിട്ടുണ്ട്. നാളെ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. ഇതുകൂടാതെ ഇത് പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയും MP-മാർക്ക് നൽകും. ഏതായാലും ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. സൗമ്യ എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അരുണാചലിൽ കോൺഗ്രസ് മന്ത്രിസഭ ഇന്ന് വിശ്വാസ വോട്ട് തേടാനിരിക്കെ മുഖ്യമന്ത്രി നബാം തുക്കിയെ നീക്കാൻ ശ്രമം. വിമത MLA-മാരെ അനുനയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നബാം തുർക്കിക്ക് പകരം പെമ ഖണ്ഡുവിനെ മുഖ്യമന്ത്രിയാക്കി വിശ്വാസ വോട്ട് അതിജീവിക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, പുതിയ നീക്കം എത്രത്തോളം പ്രയോജനകരമാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ വിമതരെ സംബന്ധിച്ചിടത്തോളം? സൗമ്യ, നിയമസഭയിൽ വിശ്വാസം തെളിയിക്കണമെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി നബാം തുക്കിയോട് ആക്ടിംഗ് ഗവർണർ തഥാഗത റോയി ആവശ്യപ്പെട്ട ഒരു സ്ഥിതിക്കാണ് തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തുന്നത്. നിലവിൽ നബാം തുക്കി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ പിന്തുണ നൽകില്ലെന്ന് വിമത MLA-മാർ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നബാം തുക്കിയെ മാറ്റി പകരം പെമ ഖണ്ഡുവിനെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്റ് പ്രതിനിധിയെയും മറ്റുമായി മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റു കക്ഷികളുടെയും മറ്റും വിശ്വാസം ആർജിക്കാം എന്നൊരു തന്ത്രം ഇപ്പോൾ കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യം പെമ ഖണ്ഡുവിനെ തന്നെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം നിലവിൽ സംസ്ഥാനത്തേക്ക് വച്ചു എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. 60-അംഗ അരുണാചൽ നിയമസഭയിൽ കോൺഗ്രസിന് 15-ഉം ഒപ്പം പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിന് 30-ഉം BJP. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി VS സുനിൽകുമാർ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. വില തന്നെയാണ് അവിടെ ഹോർട്ടികോർപ്പാണ് കൃഷിക്കാരനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകൾ. അപ്പൊ അവര് തന്നെ വില കുറയ്ക്കാൻ കൃഷിക്കാരൻ നിർബന്ധിപ്പിക്കുകയാണ്. അതും ഹോർട്ടികോർപ്പ് തന്നെ നിശ്ചയിച്ച വിലയേക്കാൾ കുറച്ച് വിലയ്ക്ക് വാങ്ങണമെന്ന് കൃഷിക്കാർ അവിടെ വിജിലൻസോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഫയൽ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അദ്ദേഹം അതിനകത്ത് ഉത്തരവിടുമ്പോൾ അത് നടക്കും. പരിശോധിക്കും. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഷോപ്പിന്റെ പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു കാര്യം, പിന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ കഴിയാതെ അതിന്റെ ഫയലുകൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ഫയൽ തിരിച്ചു വന്നില്ല എന്നൊരു പരാതിയില്ല. അപ്പൊ അത് പരിശോധിച്ചപ്പോൾ ചില ഗുരുതരമായിട്ടുള്ള ചില മറുപടികൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഞങ്ങൾ തിങ്കളാഴ്ച സംബന്ധിച്ച് വിശദം പുറത്തുവിടും. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല. സർക്കാർ പറഞ്ഞ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടന്ന കാര്യങ്ങൾക്ക് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അന്യ സംസ്ഥാനങ്ങൾ ഇതര സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറി വാങ്ങാൻ പാടില്ല എന്ന നിർബന്ധം സർക്കാരിനില്ല. അപ്പോ വാങ്ങേണ്ടി വരുന്നത് ഏതൊക്കെയാണ്, ഏത് ഘട്ടത്തിലാണ്, ഇതിന് കൃത്യമായ സുതാര്യത ഉണ്ടാവണം. അപ്പൊ അത് അല്ലാതെ പിന്നെ ഇവിടെ സ്ഥിരം ഹോൾസെയിൽ മാർക്കറ്റ് ഡീലർമാര് അവിടെ സ്റ്റാളുകൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, 1 മാസത്തിനകം അവിടെ തമിഴ്നാട്ടിലെ കച്ചവടം നടത്തുന്ന ഹോൾസെയിൽ ഡീലർമാരുണ്ടെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്യാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവനുസരിച്ച് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കലക്ടർ. അപ്പൊ അവിടെ ഞങ്ങൾ ആനയറ മാർക്കറ്റില് കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും അവർക്ക് വില കിട്ടുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാവും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച പുതിയ MD പിന്നെ ചുമതലപ്പെടുത്തും. അപ്പോ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെയുള്ളതാണ്. നിയമിക്കുന്ന MD മറ്റ് വിജിലൻസ് കേസുകളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിയമിക്കാൻ കഴിയുള്ളതുകൊണ്ടാണ് ഞങ്ങളത് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അന്ന് തന്നെ നിയമിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ നിയോഗിക്കാൻ തീരുമാനിച്ച MD-യുടെ ഈ വിശദാംശങ്ങൾ കൂടെ കിട്ടിയാലേ ഞങ്ങൾക്ക് അത് നിയമിക്കാൻ കഴിയില്ല. നിയമിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് പരിഹാരമില്ല. ആനയറ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കേന്ദ്ര കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് അണ്ടർടേക്കിംഗ്സ് ഉത്പാദിപ്പിക്കുന്ന ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ ഇപ്പോ വളരെ റയറായിട്ട് ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ജൈവ പച്ചക്കറി, ശുദ്ധമായ ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം, അത് യൂണിവേഴ്സിറ്റി പോലെയുള്ള അക്രഡിറ്റഡ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ജൈവവളം, വിശ്വാസയോഗ്യമായ ജൈവ കീടനാശിനി, കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ നടീൽ വസ്തുക്കൾ, ഏറ്റവും നല്ല ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, അതിനു പുറമെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ആധുനിക ഉപകരണങ്ങൾ,
വെട്ടുകത്തി മുതലുള്ള എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, പിന്നെ വനത്തിൽ ചെയ്യുന്ന കൃഷി, ഇപ്പോൾ അവിടെ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ, സർക്കാരിന്റെ വനവിഭവങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ പിന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ചൊരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വലിയൊരു ആഗ്രോ സൂപ്പർ മാർക്കറ്റ് ആനയറയിൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകും. അതൊന്ന് ആനയറയിലും ഒന്ന് തൃശ്ശൂരും ഒന്ന് കോഴിക്കോടും ആരംഭിക്കാൻ പോകും. ആനയറ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് അതിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി അല്ല, അതിപ്പോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ എന്റെ ശ്രദ്ധയിൽ ഞാനത് അതെന്താണ് ഉണ്ടായിരുന്നത് എന്റെ അടുത്ത് അല്ല, അത് ഞാൻ പരിശോധിച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല. എന്താണ് അതിന്റെ കാര്യം? മോഷണം ആരെ പരാതിക്കാരനാരാണെന്ന് പറഞ്ഞില്ല, അതിന്റെ വിശ്വാസം നോക്കിയിട്ട് പറയാം. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്. കൃഷിമന്ത്രിക്കെതിരെ പത്രപരസ്യവുമായി ഹോർട്ടികോപ്പ് മുൻ MD അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് പച്ചക്കറി സംഭരിച്ചതെന്ന വാർത്ത തെറ്റാണെന്നും റംസാൻ അവധിയായതിനാലാണ് കേരളത്തിൽ നിന്ന് സംഭരിക്കാതിരുന്നതെന്നും മുൻ MD. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. കൃഷിമന്ത്രിക്കെതിരെ വിവാദ പത്രപരസ്യവുമായി മുൻ ഹോർട്ടികോപ്പ് MD രംഗത്ത് എത്തിയിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് പച്ചക്കറി സംഭരിച്ചതെന്ന വാർത്ത തെറ്റാണ് എന്നാണ് പത്രപരസ്യത്തിൽ പറയുന്നത്. റംസാൻ അവധിയായതിനാലാണ് കേരളത്തിൽ നിന്ന് സംഭരിക്കാതിരുന്നത് എന്നും മുൻ MD വിശദീകരിക്കുന്നുണ്ട്. ഷീജ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, വിശദാംശങ്ങൾ. സൗമ്യ, ക്രമക്കേടുകളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഹോർട്ടികോർപ്പ് MD സുരേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മന്ത്രി സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇതിനെതിരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട MD നൽകിയ പത്രപരസ്യത്തിനെതിരെയാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വന്നത്. ഇതിൽ ശക്തമായ നിയമ നടപടി തന്നെ ഉണ്ടാകും എന്നാണ് മന്ത്രി VS സുനിൽകുമാർ പറയുന്നത്. ഇത്തരത്തിൽ കയ്യിൽ പൈസയുണ്ടെങ്കിൽ പത്രപരസ്യങ്ങൾ നൽകാൻ സാധിക്കും. എന്നാൽ ഇതിൽ നിലവിലിപ്പോൾ പോലീസ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് വിജിലൻസ് അന്വേഷിച്ച് MDയെ ചോദ്യം ചെയ്യുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള MDയെ ചോദ്യം ചെയ്യുമ്പോൾ രേഖകളാണ് അദ്ദേഹം നൽകേണ്ടി വരിക. ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തമായ രേഖകൾ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. കൃഷിക്കാരന്റെ ആത്മാർത്ഥത സംരക്ഷിക്കുക, അവരെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും തയ്യാറാകില്ല. സുരേഷ് കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ, പ്രത്യേകിച്ചും അദ്ദേഹം ഹോർട്ടികോർപ്പിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പത്രപരസ്യം നൽകിയത്, തന്റെ വിശദീകരണം നൽകിയത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ വേളയിൽ കോവൂർ കുഞ്ഞുമോന്റെ വിവാഹ ആവശ്യവുമായി ഭരണപക്ഷം. ശാസ്താംകോട്ട തടാകത്തെ സംരക്ഷിക്കാതെ വിവാഹം കഴിക്കില്ല എന്ന കോവൂരിന്റെ നിലപാടാണ് മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയത്. നിയമസഭയിൽ നർമ്മ മുഹൂർത്തങ്ങളാണ് കോവൂരിന്റെ വിവാഹ തീരുമാനം സൃഷ്ടിച്ചത്. ശാസ്താംകോട്ട തടാകത്തിന്റെ സംരക്ഷണത്തിനായി സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി രൂപീകരിക്കണമെന്ന ശ്രദ്ധ ക്ഷണിക്കൽ സഭയിൽ പഴയ നിലപാട് കോവൂർ കുഞ്ഞുമോൻ ആവർത്തിച്ചതാണ് നർമ്മ മുഹൂർത്തങ്ങൾക്ക് സഭയിൽ തുടക്കം കുറിച്ചത്. സാറേ, ഞാനിവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ തടാകത്തെ പ്രൊട്ടക്ട് ചെയ്യാതെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ. തടാകം എന്റെ കാമുകയാണ് സാർ. ഈ തടാകത്തെ സംരക്ഷിക്കണം സാർ. ആ കാമുകയെ ഞാൻ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സുന്ദരി മഹനീയമായിരിക്കണം. നല്ല സുന്ദരമായ നിലയിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കണം. ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാകട്ടെ ഇങ്ങനെയായിരുന്നു: സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ നമുക്ക് സ്വീകരിക്കാം, അദ്ദേഹം കല്യാണം കഴിക്കട്ടെ. അതിനുവേണ്ടി എനിക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അതായിരിക്കും നമുക്കെല്ലാവർക്കും ഇടയിൽ സ്പീക്കറുടെ ഇടപെടലും സഭാ ശൈലിയിൽ തന്നെയായിരുന്നു. അനൗദ്യോഗിക പ്രമേയം വന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും കോവൂരിന്റെ കല്യാണം ഏറ്റതാണെന്ന് പ്രതിപക്ഷവും. അതുകൊണ്ട് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇത് നടത്തിക്കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. ഏതായാലും ഏറെ സമ്മർദ്ദത്തെ തുടർന്ന് പഴയ നിലപാട് മാറ്റാൻ കോവൂർ കുഞ്ഞുമോൻ നിർബന്ധിതനായി. ഉറപ്പ് കൊടുക്കുന്നുണ്ടോ?
കുഞ്ഞുമോൻ ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ഉറപ്പ് കൊടുത്തിരിക്കുന്നു. കോവൂർ വിവാഹം കഴിക്കാമെന്ന് നൽകിയ ഉറപ്പിലുള്ള സന്തോഷം മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ചു. എസ് ഷീജ, തിരുവനന്തപുരം. മാതൃത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഇന്ദ്രജാലവുമായി നടി മഞ്ജു വാര്യർ. മാജിക് പ്ലാനറ്റിൽ നടന്ന പരിപാടിയിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനൊപ്പമാണ് മഞ്ജു വിസ്മയ പ്രകടനവുമായി എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു മഞ്ജുവിന്റെ മാജിക്. വെള്ളിത്തിരയിൽ വേറിട്ട വേഷങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ ഇന്ദ്രജാല പ്രകടനവുമായി വേദിയിലെത്തിയപ്പോഴും കാണികളെ അത്ഭുതപ്പെടുത്തി. മാതൃത്വത്തിന്റെ ആദ്യ 1000 ദിനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മാജിക് ഓഫ് മദർഹുഡ് അഥവാ മോം എന്ന പരിപാടിയിലാണ് മഞ്ജു വാര്യർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനൊപ്പം ഇന്ദ്രജാലവുമായി എത്തിയത്. ടെലി സിനിമയും തത്സമയം വേദിയിൽ നടക്കുന്ന സംഭവങ്ങളും കോർത്തിണക്കിയുള്ള ദൃശ്യാവിഷ്കാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സാക്ഷ്യം വഹിച്ചു. ഡോക്ടർ സാമൂഹിക പ്രതിബദ്ധതയോടെ മാജിക് അവതരിപ്പിക്കുന്നതാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ വ്യത്യസ്തനാക്കുന്നത്.